എന്തായാലും രണ്ടു ചങ്കൻ ചേട്ടനു വേണ്ടി പൊങ്കാല ഇട്ടതിന് ശോഭന പറഞ്ഞ കാരണം കേട്ടപ്പോൾ വലിയ അളവിലുള്ള അമർഷം പോകന് ആറ്റുകാലമ്മയോടുണ്ടായി എന്നുള്ളതാണ് നേര്. ഈ പെൺലിംഗത്തോടെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയിട്ടുള്ള ആദ്യ വ്യക്തി ശ്രീമതി ശോഭന ജോർജ് ആയിരുന്നു എന്നാണ് പോങ്ങന്റെ ഒരു ഓർമ്മ. അതേ ലിംഗത്തോടുകൂടി തന്നെ അവർ KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായി. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണാവസ്ഥയിൽ പോലും അടക്കാനാവാത്ത ജനസേവനാസക്തി പ്രകടിപ്പിച്ചവളാണ് നമ്മുടെ ശോഭന ജോർജ്. നിങ്ങൾ ചിലപ്പോൾ അവിശ്വസിച്ചേക്കാം, എങ്കിലും സംഗതി സത്യമാണ്. വളരെ വ്യക്തിപരമായി അടുത്തറിയാവുന്ന ഒരു ദൈവം തന്നെയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് പോങ്ങൻ അത്ര ഉറപ്പിച്ചു പറയുന്നത്. ഈ ഏകമായാലും ബഹുവായാലും ദൈവം നുണ പറയില്ല എന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം. 1960 ഏപ്രിൽ 4 KM ജോർജിന്റെ ഭാര്യ തങ്കമ്മയാണ് ശോഭനയെ പെറ്റത്. പിറന്ന പടി കിടന്ന് ശോഭന കരഞ്ഞു. സ്വാഭാവികമായിട്ടും വിചാരിക്കാം ഏതൊരു കുഞ്ഞിനെയും പോലെ ശ്വാസകോശത്തിൽ പ്രാണവായു നിറയ്ക്കാനുള്ള കരച്ചിലായിരുന്നു അതെന്ന്, അല്ലെ? സാമാന്യബോധമുള്ള ആരും അങ്ങനെ വിചാരിക്കുകയുള്ളൂ. എന്നാൽ നവജാത ശിശു എന്ന നിലയിൽ ശോഭന നടത്തിയിട്ടുള്ള ആ കരച്ചിൽ അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, പാവപ്പെട്ടവരുടെ നീറുന്നതും നീറാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം പകരാനുള്ള തിക്കുമുട്ടലിൽ ഉദാരമായി ശൈശവ വിലാപം കഴിച്ചുകൊണ്ടാണ് ഇന്നീ കാണുന്ന വളർച്ച ശോഭന തരപ്പെടുത്തിയെടുത്തത്. മുന്നുപിന്നു നോക്കാതെ വിലാപപൂർവ്വം ശോഭന നാലുപാടും വളർന്നു, 4 ദിക്കിലേക്കും വളർന്നു, മേലുകീഴായും വളർന്നു. ഒരു മണ്ഡലത്തെ ഒറ്റയ്ക്ക് സേവിക്കാനുള്ള പ്രാപ്തി കൈവരിച്ചുവെന്ന് കണ്ടപ്പോൾ തന്റെ ജനസേവനാസക്തി ശമിപ്പിക്കാനായി കോൺഗ്രസ് പ്രസ്ഥാനം ശോഭനയ്ക്ക് ചെങ്ങന്നൂരാണ് വിട്ടു നൽകിയത്. ചെങ്ങന്നൂർ നിവാസികളായിട്ടുള്ള സമ്മതിദായകരുടെ വോട്ടുകൾ അത്രയും 31 വയസ്സിന്റെ യുവത്വം തുളുമ്പുന്ന കായിക ശക്തിയോടുകൂടി വേട്ടയാടിയെടുത്ത ശോഭന 1991 മുതൽ തുടർച്ചയായി 3 വട്ടം കേരള നിയമസഭയ്ക്ക് തന്റെ തടി സമർപ്പിച്ചു. ആ കൊല്ലങ്ങൾ കൊണ്ട് ചെങ്ങന്നൂർ നിവാസികളുടെ ഏതാണ്ട് 95% പ്രശ്നങ്ങളും ശോഭന പരിഹരിച്ചു കളഞ്ഞു. സ്വന്തം മണ്ഡലത്തിന് പൂർണ്ണമായിട്ടുള്ള സമൃദ്ധി ശോഭന നൽകാതിരുന്നത് വളരെ മനഃപൂർവ്വമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കരുതി കൂട്ടി തന്നെ. തന്റെ പിൻഗാമികളായിട്ടുള്ള ജനസേവനാസക്തർക്ക് ഉപജീവിക്കാൻ എന്തെങ്കിലും അവശേഷിപ്പിക്കണമല്ലോ എന്ന് പറയുന്ന വർഗസ്നേഹാധിഷ്ഠിതമായിട്ടുള്ള മനോഭാവം കൊണ്ടാണ് അവർ സ്വന്തം സേവനാസക്തിക്ക് സ്വല്പമൊന്ന് കടിഞ്ഞാണിട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ രൂപസൗകുമാര്യത്തിൽ മീശയുള്ള ശോഭന ജോർജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സഖാവ് സജി ചെറിയാന് തീർത്തും വരാഹാർത്തിയോടുകൂടി തീൻമേശയിലെ വിവിധ വിഭവങ്ങളിലേക്ക് മുഖം പൂഴ്ത്താനുള്ള അവസരം ഇന്ന് ലഭിക്കുന്നത്, അല്ലേ? ഒരു പന്നിയെ പോലെ തിന്ന് മതിക്കാൻ പറ്റുന്നത് അതുകൊണ്ടല്ലേ. വരാല് കറി കപ്പയും കൂടി തിന്ന്, അപ്പയും വരാല് കറി, അതായത് നമ്മുടെ ചുവന്ന കറി ഉണ്ടല്ലോ, ചുവന്ന കറി, ദോശ, ഇഡലി, ചിലടത്ത് മുട്ടയുണ്ടായിരുന്നു. മിക്കവാറും സംബന്ധി സാമ്പാറും ദോശ ഇഡലിയാണ് രാവിലത്തെ ഭക്ഷണം. മീൻ കറി കൂട്ടിയുള്ള ഊണ്, കശുവണ്ടി ഇട്ട, പിന്നെ ഇന്നലെ തന്ന എന്താ പറയാ, ഒരു വറുത്ത മീൻ കഷ്ണം, ഒരു പൊരിച്ച മീന്റെ ഒരു കഷ്ണമാണ് തന്നത്. അവിടെ പോലെ ഒരു മീൻകറി ഇല്ല. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നേട്ട ഒരു മീൻകറിയൊക്കെ വെക്കണ്ടേ? സാമ്പാറും നമ്മുടെ ഈ ദോശ ഇഡലിയൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരുപാട് ഇങ്ങനെ വെക്കുക. സത്യം പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. തീൻമേശ ചുറ്റി നടന്ന് തിന്ന് മതിക്കാൻ സജി ചെറിയാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെങ്ങന്നൂരിൽ ആ ഒരു വികസന പ്രവർത്തനങ്ങളിൽ ഒരു 5% ഇളവ് കൊടുത്തത് കൊണ്ട് മാത്രമാണ്. സത്യത്തിൽ K. കരുണാകരന്റെ ആ ഡിക്കിലൂടെ കൈപ്പത്തിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചില്ലായിരുന്നു എങ്കിൽ കോൺഗ്രസിന്റെ പെൺലിംഗത്തോടു കൂടിയ ആദ്യ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടിയിരുന്ന ഒരു ശ്രേഷ്ഠ നാരീരത്നമാണ് നമ്മുടെ ഈ ശോഭന ജോർജ്, അഥവാ മീശയില്ലാത്ത സജി ചെറിയാൻ. എന്തായാലും കരുണാകരന്റെ ഡിക്കിലൂടെ കോൺഗ്രസിൽ നിന്നും തെറിച്ചു ചാടിയിട്ടുള്ള ആ മീശയില്ലാ സജിയുടെ ഔഷധ ഗുണം നല്ലോണം തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം അവരെ പിടിച്ച ഔഷധിയുടെ തലപ്പത്ത് ആസനസ്ഥയാക്കി. ശോഭനയെ പറ്റി ഇപ്പോൾ ഓർക്കാനും പറയാനും കാരണമായത് ആറ്റുകാൽ പൊങ്കാലയാണ്. 28 വർഷം മുമ്പെങ്കിലും ആയിരിക്കും തുടങ്ങിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പൊങ്കാല സമർപ്പണം നടത്തി വരുന്ന ശോഭന ഇത്തവണ പൊങ്കാല ഇട്ടത് തന്റെ മാനസ സഹോദരനായിട്ടുള്ള രണ്ടു ചങ്കൻ വിജയൻ ചേട്ടനാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടായാൽ അത് കേരളത്തിന് നന്നാവും. തുടർച്ചയായി 2ാം വട്ടവും സംസ്ഥാന ചക്രവർത്തിയായി വാഴുന്ന വിജയൻ ചേട്ടന് സ്വല്പം കൂടി ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ശോഭന പൊങ്കാലയിടുന്നത്, അല്ലെങ്കിൽ ഇട്ടത്. അദ്ദേഹം ഈശ്വരവിശ്വാസിയാണോ അതൊന്നും എനിക്കറിയില്ല, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഔഷധിയിൽ ഒറ്റ ചങ്ക് മാത്രമുള്ള ആളുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഔഷധങ്ങളേ ഉള്ളൂ.
രണ്ട് ചങ്കുള്ളവർക്ക് ആരോഗ്യം പകരാൻ പൊങ്കാല തന്നെയാണ് ഫലപ്രദമായിട്ടുള്ള ഔഷധമെന്നാണ് ശോഭനയുടെ വിശ്വാസവും അഭിപ്രായവും. അതാണ്. രണ്ടിനോടും യോജിപ്പില്ല എങ്കിൽ പോലും മറ്റൊരാളുടെ വിശ്വാസത്തെയും അഭിപ്രായത്തെയും മാനിക്കുന്നവനാണ് പോങ്ങൻ. അതിനാൽ ശോഭനയുടെ ആ വിശ്വാസത്തെയും അഭിപ്രായത്തെയും അംഗീകരിക്കാതെ പോങ്ങൻ ചുമ്മാ മാനിച്ചു വിടുന്നു. അതുപോട്ടെ, അടുത്ത പൊങ്കാലയ്ക്ക് കാലം പാകമാവുമ്പോൾ രണ്ട് ചങ്ങൻ വിജയൻ ചേട്ടന് വയസ്സ് 80 ആവും. എങ്ങാനും വിജയൻ ചേട്ടന് ആരോഗ്യ ശോഷണം സംഭവിച്ചു പോയാൽ വരും കാലങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന പ്രളയങ്ങളും ഉരുൾപൊട്ടലുമൊക്കെ സംസ്ഥാനത്തിന് സംഭാവന ചെയ്യുന്ന ദുരിതാശ്വാസ നിധികൾക്ക് നാഥനില്ലാതെ പോകുമോ എന്ന ഭയം ശോഭനയ്ക്കുണ്ട് എന്നാണ് തോന്നുന്നത്. ഏത് എന്തായാലും രണ്ട് ചങ്കൻ ചേട്ടന് വേണ്ടി പൊങ്കാല ഇട്ടതിന് ശോഭന പറഞ്ഞ കാരണം കേട്ടപ്പോൾ വലിയ അളവിലുള്ള അമർഷം പോങ്ങന് ആറ്റുകാലമ്മയോടുണ്ടായി എന്നുള്ളതാണ് നേര്. മൂന്നാം ഭരണ തുടർച്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനും പൊങ്കാല സഹായമാകും. പ്രാർത്ഥന അമ്മ കേൾക്കും. മുടങ്ങാതെ എന്ന മട്ടിൽ 30 കൊല്ലത്തോളമായി പൊങ്കാലയിടുന്ന ഒരു ഭക്തയാണ് ശോഭന. അങ്ങനെയുള്ള ഒരു വിശ്വസ്ത ഭക്തയ്ക്ക് സ്വല്പം തിരിച്ചറിവ് ബുദ്ധി നൽകി അനുഗ്രഹിക്കാൻ അമ്മ മടിക്കുന്നല്ലോ എന്ന ചിന്തയാണ് പോങ്ങനെ അമർഷാലുവാക്കുന്നത്. ഇത്രയും കാലം പൊങ്കാലയിട്ടിട്ടും ആ പാപം ശോഭനയുടെ മണ്ടയിൽ സാമാന്യ ബോധം തിളച്ചു തൂവുന്ന ഒരു ബുദ്ധി അനുഗ്രഹമായി ചൊരിയാൻ ഇതുവരെ തയ്യാറാവാത്തതിൽ ഈ മകന് നല്ല പരിഭവവും അമർഷവും ആറ്റുകാലമ്മയോടുണ്ട്. രണ്ട് ചങ്കൻ വിജയന് ആരോഗ്യമുണ്ടായാൽ അതിന്റെ ഗുണം കേരളത്തിന് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്ത ഈശ്വര സമൂഹത്തിന് തന്നെ നാണക്കേടല്ലേ? ശ്വാസകോശത്തിന് ഗുണമുണ്ടാവാൻ വേണ്ടി ക്ഷയരോഗത്തിന് ആരോഗ്യം നൽകണേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ ദൈവം ആ വിശ്വാസിയുടെ ശ്വാസകോശത്തിന് ക്ഷയരോഗാരോഗ്യം നൽകി അനുഗ്രഹിക്കുകയാണോ അതോ തലമണ്ടയ്ക്ക് സാമാന്യ ബുദ്ധി അനുവദിച്ച് നൽകുകയാണോ വേണ്ടത്? ഈ പോങ്ങനായിരുന്നു ദൈവമെങ്കിൽ രണ്ടാമത് പറഞ്ഞതേ ഞാൻ ചെയ്യൂ, അല്ലെങ്കിൽ തന്നെ എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ കുണി കൊടുക്കില്ലല്ലോ. അമ്മ സ്വീകരിച്ച് അനുഗ്രഹിക്കും. പാവം ശോഭന, എന്റെ അമ്മേ, ഇനിയെങ്കിലും അവരുടെ മസ്തിഷ്കത്തിൽ ബുദ്ധിയുടെ നേർത്ത നിഴലെങ്കിലും ഒന്ന് വീഴ്ത്തണേ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നഗരം വൃത്തിയാക്കുന്നത് കാലങ്ങളായിട്ടുള്ള പതിവാണ്. നഗരവാസികൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ നാട്ടിലെ ശുചീകരണ പ്രവർത്തകരുടെ കാര്യക്ഷമത കാലങ്ങളായി അനന്തപുരി കാണുന്നുണ്ട് എന്നുള്ളതാണ് നേര്. എന്നാൽ ആരാധ്യയായിട്ടുള്ള ആര്യ തമ്പുരാട്ടി നഗരമാതാവായി എത്തിയതിന് ശേഷമാണ് ഇത്ര ശീഘ്ര ശുചീകരണം എന്നാണ് ശോഭനയുടെ അഭിപ്രായം. ഈ അടുപ്പുകല്ല് അഴിമതി മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുള്ള ആചാരമെന്നാണ് ഈ പോങ്ങന്റെ അഭിപ്രായം. അതെന്തായാലും രാപകൽ ഭേദം കൂടാതെയുള്ള മേയർ റാണിയുടെ ചുറുചുറുക്കിനെ പറ്റി കൈരളി ചാനലിന് മുന്നിൽ വിസ്തരിച്ച് വിസ്മയിക്കുന്ന ശോഭനയെയും തീർച്ചയായിട്ടും പോങ്ങൻ കണ്ടു. പറയുന്നത് ആര്യാണ് ഇവിടുത്തെ മേയർ, എന്ത് ചുറുചുറുക്കോടുകൂടിയാ രാത്രിയും പകലും. അതിൽ തർക്കമൊന്നുമില്ല, ചുറുചുറുക്കിന്റെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആയ കാലത്ത് പോങ്ങനും രാപകൽ നോക്കാതെ നല്ലോണം ചുറുചുറുക്കുമായിരുന്നു. അവസരം കിട്ടുന്ന മുറയ്ക്ക് ഇപ്പോഴും ചുറുചുറുക്ക് പ്രവണത പോങ്ങൻ കാട്ടാറുമുണ്ട്. അതുകൊണ്ട് ചുറുചുറുക്ക് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ചുറുചുറുക്ക് കാര്യത്തിൽ തീർച്ചയായിട്ടും പോങ്ങൻ ശോഭനയ്ക്കൊപ്പമാണ്. എന്നാൽ മനഃപൂർവ്വമല്ല എങ്കിൽ പോലും സാമൂഹ്യദ്രോഹവും ജനാധിപത്യ വിരുദ്ധവും സംസ്ഥാന നാശവും മാത്രം ഉന്നമിട്ടുകൊണ്ട് ഇത്തവണത്തെ പൊങ്കാല ലക്ഷ്യം ചുരുക്കിയതിൽ ശോഭനയോട് പോങ്ങൻ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഈ ശ്വാസകോശത്തിന് ഗുണമാകാൻ വേണ്ടി ക്ഷയരോഗത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നതിലും വലിയ അബദ്ധമാണ് കേരളത്തിന് ഗുണമാകാൻ രണ്ടു ചങ്കൻ വിജയന് കരുത്തു പകരണമെന്നുള്ള പ്രാർത്ഥന. ഭ്രൂണാവസ്ഥയിൽ തന്നെ ജനസേവനാസക്തി പ്രകടിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ശോഭന ചേച്ചി അല്പം കൂടി മാനവിക ബുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നതായിരുന്നു ഭംഗി. അങ്ങനൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. അടുത്ത തവണ അബദ്ധം ആവർത്തിക്കാതിരിക്കണം എന്ന് പറയുന്ന ഒരു എളിയ ആഗ്രഹം പോങ്ങൻ ഇവിടെ ഈ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ആപത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നത് അനുഗ്രഹമാണെന്ന് ഗണിച്ച് സ്വന്തം വിവരദോഷത്തെ ആദരിക്കുന്നത് അബദ്ധമാണ്. മുഖ്യ രോഗാണു കരുത്താർജിക്കുന്നത് മഹാമാരിക്ക് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ ശോഭന ചേച്ചി, അഥവാ മീശയില്ലാത്ത സജി ചെറിയാൻ ചേട്ടാ. ഒരുപക്ഷെ പൊങ്കാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രത്തോളം ആശങ്ക ആളുകളിൽ, സ്വബോധമുള്ള ആളുകളിൽ ഇത്രത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു പൊങ്കാല കഴിഞ്ഞുപോയത്. ശോഭന ചേച്ചിയുടെ ഈ ഒരു ഉള്ളിലിരിപ്പ്, ആ പൊങ്കാല ഇടുന്നതിന്റെ പിന്നിലുണ്ടായിരുന്ന ഉള്ളിലിരിപ്പ് അറിഞ്ഞതോടുകൂടി സംസ്ഥാനത്ത് സ്വബോധമുള്ള മനുഷ്യരാകെ ആശങ്കയിൽ കഴിയുകയാണ്. അത് 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 തന്നില്ല. ഈ കൊല്ലത്ത് നമുക്ക് അത് തരുമെന്ന് പ്രതീക്ഷിച്ചു, തന്നില്ല. കശുവണ്ടിക്കാരോട് പറഞ്ഞു, അവിടുത്തെ നമ്മുടെ പിന്നെ ഭാരവാഹികളുണ്ട്, അതൊന്നുമില്ല, നല്ല ഒറിജിനൽ കശുവണ്ടിയല്ലേ കൊല്ലത്ത് കിട്ടണ്ട, അതുപോലെ നമുക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തി. എന്റെ ആറ്റുകാലമ്മേ.
Hey, what's up?